അതിലിറങ്ങി ഇപ്പോൾ പോലും ഞാൻ ഇതിനകത്ത് സജീവമാകണം എന്ന് വിചാരിച്ചല്ല. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ശബ്ദത്തിനെതിരെ ഗാംഭീര്യം കൂടുതലാണ്. ആത്മഹത്യകളിലേക്ക് വക്കിലേക്ക് ആളുകൾ പോയി, ഒരുപാട് പേര് വക്കിലേക്കല്ല ആത്മഹത്യ ചെയ്തു. ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ വന്നൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പം ശ്രദ്ധിക്കണമെന്നില്ല. ഈ കർഷകന് നെല്ലിൻ്റെ വില കൊടുക്കുന്നത് ലോണാണ്, ബാങ്ക് കൊടുക്കുന്നത് ലോണാണെന്നും അത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അത് സിവിൽ സ്കോർ നഷ്ടപ്പെടുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പോലെ വേണം നമ്മൾ കൃഷി ചെയ്യാനും. അവർ പറയുന്ന പൈസ കൊടുത്ത് അവർ കാരണം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ തൊഴിലാളികളില്ല. അപ്പം അതുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യുക. എൻ്റെ ഈ കാര്യത്തിൽ പോലും സഹപ്രവർത്തകനായ ജയസൂര്യ മന്ത്രി ഇരുന്ന വേദിയിൽ വെച്ച് പറഞ്ഞതും ഇത് തന്നെ. മന്ത്രി പറഞ്ഞു യുവതലമുറ കൃഷിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെ സാർ യുവതലമുറ തിരിച്ച് ഇതിനകത്ത് വരും? ഈ ഓണക്കാലത്ത് പോലും എൻ്റെ സഹപ്രവർത്തകനായ കൃഷ്ണപ്രസാദും അദ്ദേഹത്തോടൊപ്പം ഉള്ള കർഷകരും നെല്ലിൻ്റെ വില പോലും കിട്ടാതെ അവർ ഉണ്ണാവൃതം ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ യാഥാർത്ഥ്യം ജനമറിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്നു, കോൺഗ്രസ്സാണ്. അപ്പം അവരും പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് കേരളത്തിൽ ഭരണത്തിലേക്ക് കയറിയത്. അപ്പം ഇത് എത്രത്തോളം അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിശ്വാസത്തെക്കാൾ ഇതിനകത്ത് ഉള്ള ഒരു സംഭവം ഇത് നടപ്പാക്കി കിട്ടിയാൽ മതി. ഇപ്പം ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കും. ഈ ലോകത്തെ ഒരു വണ്ടറല്ലേ കുട്ടനാടെന്ന് പറയാം. കാരണം ഈ കടൽ നിരപ്പിനേക്കാൾ 3 അടി താഴ്ചയുള്ള സ്ഥലമാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കർഷകരോടൊപ്പം ഈ സർക്കാരുകൾ നിൽക്കണം. നമസ്കാരം. അമേസിംഗ് റേയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നല്ലോണം ഒരു സൗഹൃദം ഉണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠതുല്യനായ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായാണ് ഇന്നത്തെ ഒരു കൂടിക്കാഴ്ച. ഞാൻ കൂടുതൽ പറഞ്ഞ് അതിനെ അങ്ങ് ബോറടിപ്പിക്കുന്നില്ല. കൃഷ്ണപ്രസാദിനെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ വീണ്ടും അന്നതൊരു യാത്രയും ഒക്കെ ഭയങ്കര അത് പറഞ്ഞല്ലേ, ജീവിതത്തിൽ ഒരു നല്ല പങ്കും സിനിമയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ആ ഒരു ബന്ധങ്ങൾ ഉണ്ട്. പിന്നെ ആ ബന്ധങ്ങളൊക്കെ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അവരൊക്കെ വളരെ സീനിയേഴ്സായിരുന്നു. അവർക്കൊക്കെ ഇപ്പോൾ വയ്യാതായ ഒത്തിരി പേരുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, മൺമറഞ്ഞവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ നമ്മളെ ഈ യാത്രയിൽ ചേട്ടൻ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു 20 വർഷം മുമ്പ് കണ്ട ഒരാളെയും ചേട്ടൻ ഇപ്പം കണ്ടാലും ആ ഒരു അടുപ്പവും ഒരു സ്നേഹവും ഒരു ജ്യേഷ്ഠനൊക്കെ തോന്നുന്ന ഒരു സ്നേഹം, വാത്സല്യം. സാധാരണ ആളുകൾ ഈ വിളിച്ച ഫോൺ പോലും എടുക്കില്ല ചില സമയത്ത്. പക്ഷെ കൃഷ്ണേട്ട അങ്ങനെയല്ല, വിളിച്ച ഫോൺ അല്ല. ഞാൻ ഈ വലിയ പുള്ളി അല്ലാത്തതുകൊണ്ടാവാം. കാരണം നമുക്ക് ആരാ എപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ച് വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വളരെ ടയേർഡാണെങ്കിൽ പോലും ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. പിന്നെ ആര് വിളിച്ചാലും ഞാൻ തിരിച്ച് വിളിക്കും. കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. അത് ആരായിക്കോട്ടെ, അത്രയേ ഉള്ളൂ. അതൊക്കെ ചിലപ്പം ദോഷമായ കോളുകളായിരിക്കാം. എന്നാൽ പോലും ഞാൻ തിരിച്ചു വിളിക്കും. പിന്നാണ് അത് വേണ്ടാത്തായിരുന്നു എന്ന് പോലും അറിഞ്ഞാൽ പോലും ചെയ്യും. ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമാ നടൻ, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഡോക്ടറായ സിനിമാ നടൻ, എഞ്ചിനീയറായ സിനിമാ നടൻ, അല്ലെങ്കിൽ IT മേഖലയിലുള്ള സിനിമാ നടൻ, അല്ലെങ്കിൽ ടെക്നോക്രാറ്റായ ഒരു സിനിമാ നടൻ, രാഷ്ട്രീയക്കാരനായ സിനിമാ നടൻ. പക്ഷെ ഒരു കർഷകനായ സിനിമാ നടൻ, അത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തി. ഞാൻ വാഴ 2 കണ്ടപ്പോഴും അങ്ങയുടെ ആ ഒരു സ്വതസിദ്ധമായ ശൈലി സിനിമയിലുണ്ടെങ്കിലും ജീവിതത്തിലും അത്തരം ശൈലികൾ ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ശബ്ദത്തിനെതിരെ ഗാംഭീര്യം കൂടുതലാണ്, ഒരു ഇമോഷണൽ ടച്ച് കൂടുതലാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷനാവും. അത് ചിലപ്പം ഒരു പബ്ലിക് സ്റ്റേജ് വെച്ചായിരിക്കാം. പക്ഷേ എനിക്ക് അറിയാതെ വന്നു പോകുന്നതാണ്. അല്ലാതെ നമ്മൾ ആ സമയത്ത് ഗ്ലിസറിൻ കൊണ്ടിട്ടോ അങ്ങനെ അഭിനയിക്കുന്ന കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞ പോലെ കർഷകരുടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നെങ്കിലും ഒരു കർഷകനായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ പാടത്ത് പോയിട്ടും ഒക്കെ ചെളിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയൊക്കെ പോകുന്നതും. അപ്പോൾ അച്ഛൻ്റെ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഉള്ളവരാണെങ്കിലും പറയും, സാറ് വരുമ്പോഴത്തേക്ക് കാലം മുഴുവൻ ചെളിയുമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഞാൻ അന്ന് പക്ഷേ ഞാൻ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല.
പക്ഷെ അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നതും. അതിലിറങ്ങി ഇപ്പോൾ പോലും ഞാൻ ഇതിനകത്ത് സജീവമാകണം എന്ന് വിചാരിച്ചല്ല. അച്ഛൻ്റെ കൂടെ നിന്ന കുറച്ച് തൊഴിലാളികൾ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ടിൽ ഒരു 1-2 കൊല്ലമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞങ്ങ് പോവാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ ആ ഒരു കാൽവെപ്പ് കൃഷിയുടെ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അതിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല. പിന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ പോലും നമ്മളിതെടുക്കുന്ന ഈ സമയത്ത് പോലും എന്നെ ഫോൺ സംസാരിക്കുന്നത് പാടശേഖരത്തെ ചില പ്രശ്നങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ എല്ലാ കാര്യത്തിലും ഞാൻ വളരെ സജീവമായിട്ട് നിൽക്കാറുണ്ട്. പാടശേഖരത്തെ കാര്യം മാത്രമല്ല, നമുക്ക് കേരളത്തിലെ ഇന്നത്തെ നെൽകർഷകർക്കുണ്ടാകുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, ഈ ബുദ്ധിമുട്ടുകളും വേദനയും മാറി ഒരു സമാധാനം ഉണ്ടായാൽ മതി. അല്ലാതെ ഇവരാരും ലക്ഷറി ഒന്നും ആവണമെന്നില്ല. ഒരു സമാധാനം ഉണ്ടാകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിനിപ്പം നമ്മൾ ചിലപ്പം അറിയാമല്ലോ, ഈ നമ്മൾ സർക്കാരിനോട് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ ഒരു പ്രതിപക്ഷത്തോടോ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഭരണമില്ലാത്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്ന പാർട്ടിയോട് പറയുമ്പോൾ ആ ഭരിക്കുന്ന പാർട്ടിക്കാർ വിചാരിക്കുന്ന അവർക്കെതിരെയുള്ള എൻ്റെ ഒരു രാഷ്ട്രീയ ഇതാണ്. പക്ഷെ ഞാൻ രാഷ്ട്രീയമൊന്നും അതിനകത്ത് കലർത്തുന്നില്ല. ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയിട്ട് തന്നെ വളരെ നാളുകളായി. അപ്പോൾ ആ സമയത്ത് തൊട്ട് ഇന്ന് വരെ ഞാൻ സിനിമയിൽ രാഷ്ട്രീയം ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഞാൻ കർഷകരുടെ കാര്യത്തിലും ഞാൻ രാഷ്ട്രീയം ഉപയോഗിക്കാറില്ല. ചില സമയത്തൊക്കെ ഇപ്പം കർഷക യൂണിയൻ്റെയൊക്കെ ചുമതലയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ. അപ്പം ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരായിരുന്നു. അപ്പോൾ പല സമയത്തും നെല്ലിന് ആവശ്യത്തിനുള്ള വില കിട്ടാതായി പലതും പാടത്ത് തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പോയി. വക്കിലേക്ക് ആളുകൾ പോയി. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. പലരും ആത്മഹത്യ ചെയ്തു, പലരും അതിൻ്റെ വഴിയിലാണ് ഇപ്പോഴും. ഇപ്പോൾ അങ്ങ് വന്നതിന് ശേഷം ഇതിന് എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുണ്ട്? ഇപ്പം സർക്കാരുകൾ മാറി വരും. അല്ല, അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റി. സാധാരണ എൻ്റെ അമ്മാവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ഒരു ഇടതുപക്ഷത്തിൻ്റെ കാർഷിക മേഖലയിലെ ഒരു വലിയ സ്ഥാനത്ത് ഇരുന്ന ആളാണ്. അപ്പോൾ അമ്മാവനൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കർഷകർക്ക് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിട്ട് അവരെന്തുകൊണ്ട് അവരുടെ ബേസാണ് തൊഴിലാളികൾ അല്ലെങ്കിൽ കർഷകരെന്ന് പറയുന്നത്, അതിനെ മറക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു രീതിയിലും എനിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളത് പറയുമ്പോഴത്തേക്ക് ഉടനെ എൻ്റെ രാഷ്ട്രീയം ചഞ്ഞു നോക്കുക, ഞാൻ എന്താണെന്ന് നോക്കുക. ഞാൻ ഒരിക്കലും, കാരണം ഞാൻ ഈ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരാണ്. കാരണം കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള ഇടതുപക്ഷക്കാരാണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ്. അത് കഴിഞ്ഞാണ് മറ്റുള്ള BJPയോ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ വന്നൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പം അത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു. ശരിക്കും മാധ്യമങ്ങൾ പോലും പലതും അങ്ങ് വന്നതിന് ശേഷം, അല്ല, ഈ കർഷകന് നെല്ലിൻ്റെ വില കൊടുക്കുന്നത് ലോണാണ്, ബാങ്ക് കൊടുക്കുന്നത് ലോണാണെന്നും അതിൽ ലോൺ കൃത്യമായിട്ട് സർക്കാർ അത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അത് സിവിൽ സ്കോർ നഷ്ടപ്പെടുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്. അപ്പോഴാണ് പല പാവം പിടിച്ച കർഷകർ പോലും അറിയുന്നത് നമുക്ക് കിട്ടുന്നത് ലോണാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് കർഷകൻ പോയി ലോണിന് വേണ്ടി മറ്റുള്ള വിദ്യാഭ്യാസ ഹൗസിംഗ് ലോണിനൊക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, നിങ്ങൾക്ക് ലോണുണ്ടല്ലോ എന്ന് പറയും. ഞാൻ ലോൺ എടുത്തിട്ടില്ല. ഉണ്ട്, ഇതാണ് ലോൺ. നെല്ല് കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഉൽപ്പന്നം കൊടുത്തിട്ട് അതിൻ്റെ വില തരുമ്പോൾ അതൊരു എന്താ പറയുക, ലോണാണെന്ന് പറയുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സംഭവം? ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഒന്നാമത് തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ വളരെ സ്ട്രഗിളാണ്. അതെ, അങ്ങയുടെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്റ്റേറ്റ്മെൻറ്റുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ശരിക്കും കൃഷിക്കാരില്ല, അല്ലെങ്കിൽ നമ്മൾ സഹായത്തിന് ഒരാളെ വിളിക്കുന്നെങ്കിൽ നമ്മൾ അതിഥി തൊഴിലാളികളെ നമ്മൾ അന്വേഷിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ എങ്ങോട്ടോ പോയി, മലയാളികൾ എങ്ങോട്ടൊക്കെ അവരുടെ ജോലിയായിട്ട് അങ്ങ് പോയി. ഇപ്പോൾ അതിഥി തൊഴിലാളികൾ, അവർക്കും ശമ്പളം കൊടുക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവർ പറയുന്ന പോലെ വേണം നമ്മൾ കൃഷി ചെയ്യാനും. അവർ പറയുന്ന പൈസ കൊടുത്ത് കാരണം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ തൊഴിലാളികളില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ
ആ ഡിമാൻഡ് അനുസരിച്ച് കൊടുത്ത് ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വീട്ടിലെ ഒരു പണിക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് അയാൾക്ക് എന്ത് വേണം ചെയ്യാം. കാരണം അയാൾക്ക് ആ 2 ദിവസം ചിലപ്പോൾ സർക്കാരിൽ ഒന്ന് ലീവ് എടുത്തിട്ട് ഒരു ജോലിയായിരിക്കും. അപ്പോൾ അവർ ആ പറയുന്ന പൈസ, കാരണം ലീവ് നഷ്ടപ്പെടല്ലോ എന്ന് വെച്ചാൽ അവൻ പറയുന്ന പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ നമുക്ക് ഈ 6 മാസത്തിൽ 140 ദിവസം ഇവനെ വേണ്ടിടത്ത്, അല്ലെങ്കിൽ 100 ദിവസം വേണ്ടിടത്ത് നമുക്കിത് കൊടുത്ത് പോകാൻ പറ്റുമോ? കാരണം നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ വിലയാണ്. പറഞ്ഞ മനസ്സിലായി. ആ വിലയ്ക്കകത്ത് ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് 10 പേരൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ മക്കളുള്ള കുടുംബത്തിനെയൊക്കെ കുട്ടനാട്ടിലാവട്ടെ പാലക്കാടൻ മേഖലകളാവട്ടെ അവിടെയൊക്കെ ഈ കൃഷി കൊണ്ടാണ് അവർ മക്കളെയൊക്കെ ഈ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കിയിട്ടുള്ളത്. ഇന്ന് അത് പോയിട്ട് ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉള്ളവരെ ഒരു നല്ല ഭൂമുടമയ്ക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ബാക്കിയുള്ള പാവങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച്. തീർച്ചയായിട്ടും നമ്മൾ മേലെപ്പറമ്പിൽ ആൺവീട് കാണുമ്പോൾ അതിനകത്ത് കാരണവർ കൃഷിക്ക് പോകുന്നു, എല്ലാവരും കൂടെ കൃഷിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം അതല്ല. അന്ന് അതിലൊരു കഥാപാത്രത്തിന് ജയറാം എന്ന കഥാപാത്രത്തിന് ഒരാൾ എല്ലാവരും കൃഷിയിൽ എന്നെ സഹായിക്കുന്നുണ്ട്, നീ ഇനി പുറത്ത് പോയി 10 കാശുണ്ടാക്കിക്കൊണ്ട് പോവാ എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെയാണ് ഇപ്പോൾ മലയാളി തൻ്റെ കാർഷിക വൃത്തിയൊക്കെ പോയിട്ട് അവരിപ്പോൾ വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ അതിഥി തൊഴിലാളികളും ഇത്തരം പ്രശ്നങ്ങളും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു സത്വര നടപടി അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. അല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഇത് കൃഷി ചെയ്താൽ അവന് പ്രയോജനമുണ്ട്, വേറൊരു കാര്യത്തെ പോലെ തന്നെ ഒരു മാന്യതയുണ്ട് എന്ന് അവന് തോന്നിയെങ്കിൽ മാത്രമല്ലേ അവന് നിൽക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും എൻ്റെ ഈ കാര്യത്തിൽ പോലും സഹപ്രവർത്തകനായ ജയസൂര്യ മന്ത്രി ഇരുന്ന വേദിയിൽ വെച്ച് പറഞ്ഞതും ഇത് തന്നെ. മന്ത്രി പറഞ്ഞു യുവതലമുറ കൃഷിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെ സാർ യുവതലമുറ തിരിച്ച് ഇതിനകത്ത് വരും? ഈ ഓണക്കാലത്ത് പോലും എൻ്റെ സഹപ്രവർത്തകനായ കൃഷ്ണപ്രസാദും അദ്ദേഹത്തോടൊപ്പമുള്ള കർഷകരും നെല്ലിൻ്റെ വില പോലും കിട്ടാതെ അവർ ഉണ്ണാവൃതം ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഈ പറഞ്ഞ പോലെ ഉപവാസം ഓണത്തിനിരിക്കുന്ന സമയത്ത് എങ്ങനെ മക്കൾ ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇവരെ അട്രാക്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനെയൊക്കെ ഒത്തിരി പേര് വളച്ചൊടിച്ച് ഒത്തിരി പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ യാഥാർത്ഥ്യം ജനം അറിഞ്ഞു. കാരണം ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെടാത്ത കർഷകർ പോലും പിന്നെ ജനങ്ങൾ പോലും അത് തിരിച്ചറിയാൻ ഒരവസരമായി അതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്നു, കോൺഗ്രസ്സാണ്. അപ്പം അവരും പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് കേരളത്തിൽ ഭരണത്തിലേക്ക് കയറിയത്. അപ്പം കർഷകരുടെ വിഷയങ്ങളും അവരതിനകത്ത് പെടുത്തുന്നു. കുട്ടനാട് കർഷകർ പ്രത്യേകിച്ച് അവർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നെല്ലിൻ്റെ താങ്ങുവിലയൊക്കെ കൂട്ടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇത് എത്രത്തോളം അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിശ്വാസത്തെക്കാൾ ഇതിനകത്ത് ഉള്ള ഒരു സംഭവം ഇത് നടപ്പാക്കി കിട്ടിയാൽ മതി. അപ്പം കഴിഞ്ഞ ഭരണം ചെയ്തവർ ഇത് ചെയ്തില്ല. അപ്പോൾ നമ്മളൊരു പുതിയ മാറ്റം വന്നപ്പോൾ ഇപ്പം ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു, ഒരു വാഗ്ദാനം കൊടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ അത് നടപ്പാക്കി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങൾക്കൊരു സംരക്ഷണം ഈ സർക്കാരിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ആ കാത്തിരിപ്പാണിത്. അതിപ്പം അവർ കയറിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു ഭരണ ഇനിയും ലോകത്തെ ഒരു വണ്ടറല്ലേ കുട്ടനാടെന്ന് പറയുന്നത്. കാരണം ഈ കടൽ നിരപ്പിനേക്കാൾ 3 അടി താഴ്ചയുള്ള സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച്, അവിടെ വെള്ളം വറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത്. പറഞ്ഞ മോട്ടർ വെച്ച് വെള്ളം വറ്റിച്ചാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് കുട്ടനാട്, അപ്പുറം കുട്ടനാട് മേഖലകൾ. അതേ സ്ഥാനത്ത് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂടുതൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടല്ല ഒരു. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലാകെ കുറച്ചെങ്കിലും ഒരു തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ തന്നെ ഉള്ളത്, കുറച്ചെങ്കിലും ഉള്ളത് ഈ പറഞ്ഞ മേഖലയായ പാലക്കാടൻ മേഖല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ എവിടെയെങ്കിലും ഒരു 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 നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കർഷകരോടൊപ്പം ഈ സർക്കാരുകൾ നിൽക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്തരം പല പദ്ധതികളും നമുക്ക് ഇപ്പം റബ്ബർ ബോർഡ് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പല ആളുകൾ അതിനകത്തുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില വേണം, സമരങ്ങളായി അതിനൊരു കൂട്ടായ ഒരു സംഘടന ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ അച്ഛന്മാർ അതിനു വേണ്ടിയൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃഷി അത് റബ്ബർ എന്ന് പറയുന്നത് ഒരു കോട്ടയം ബേസ്ഡ് ആണല്ലോ. അവർക്കൊരു കൂട്ടായ്മയുണ്ട്. അതവർ കാലാകാലങ്ങളിൽ സർക്കാരുകളുടെ പറഞ്ഞ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കൂട്ടായ്മ ഇല്ല എന്നൊരു തോന്നൽ തോന്നിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു.